കോഴിക്കോട് പയ്യോളി കീഴൂർ ശിവക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയ കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ നടപടി ഭക്തജനങ്ങളോടുള്ള ധാർഷ്ട്യമെന്ന ഹിന്ദു ഐക്യവേദി. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ തിരുവാഭരണം സൂക്ഷിച്ച നിലവറയ്ക്ക് അരികിൽ വരെ കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല പ്രവേശിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഹിന്ദു ഐക്യവേദി ഒരുങ്ങുന്നു. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു. അനഘ, എന്താണ് സംഭവിച്ചത്? വാർത്തയുടെ വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതിയായിരുന്നു കോഴിക്കോട് പയ്യോളിയുള്ള കീഴൂർ ശിവക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റം നടന്നിരുന്നത്. ഈ സമയത്താണ് ഈ കൊയിലാണ്ടി MLA ആയിട്ടുള്ള കാനത്തിൽ ജമീല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ച MLA ഈ തിരുവാഭരണം അടക്കം സൂക്ഷിച്ച നിലവറയ്ക്കരികിലെത്തുകയും അതിനുശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നാണ് ഭക്തജനങ്ങൾ, വിശ്വാസികൾ പറയുന്നത്. പിന്നീട് 10 ദിവസം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം അന്ന് തന്നെ കൃത്യമായി ക്ഷേത്രം ട്രസ്റ്റി അംഗങ്ങളെയൊക്കെ തന്നെ ഭക്തജനങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഉത്സവത്തിന് ശേഷം നടപടിയെടുക്കാമെന്നൊരു വാഗ്ദാനമാണ് അന്ന് നൽകിയിരുന്നത്. എന്നാൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷവും ഈ വിഷയത്തിൽ ഒരു നടപടിയും ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമുള്ളവർ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നത്. ഈ ഭക്തജനങ്ങൾ പറയുന്നത് ഇതിനു മുമ്പും ഈ MLA കാനത്തിൽ ജമീല ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി ആചാരം പാലിച്ചുകൊണ്ടായിരുന്നു, ക്ഷേത്രത്തിലെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. ഇത്തരത്തിൽ പല ജനപ്രതിനിധികളും ക്ഷേത്രത്തിൽ പലപ്പോഴായി എത്താറുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കയറിയിരിക്കുന്നത് എന്നാണ്. ഈ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന നിയമമുണ്ട്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ടാണ് ഈ MLA ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പല സമയങ്ങളിലും ക്ഷേത്രത്തിലെത്തിയ MLA ആചാരം കൃത്യമായി പാലിച്ചു എങ്കിൽ ഈ തവണ എത്തിയപ്പോൾ എന്തുകൊണ്ട് MLA ഈ നിയമം ലംഘിച്ചു എന്നതാണ് അതിലിവർ പറയുന്നത്. ക്ഷേത്രം ട്രസ്റ്റിയിലെ ചിലർ MLA നിർബന്ധിച്ച് മനഃപൂർവ്വം ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഈ രീതിയിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് സാധ്യത. മാത്രമല്ല, ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം കൂടിയാണിത്. ഈ ദേവസ്വം ബോർഡിനോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഒരു അഴകുഴഞ്ചൻ നിലപാടാണ് ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഭക്തരുടെ ഒരു വിഷയമാണ്, ഭക്തർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു വിഷയമാണ്. പക്ഷെ ആ വിഷയത്തിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഭക്തരുടെ ഇടയിൽ നിന്ന് വലിയ അമർഷം ഈ വിഷയത്തിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ക്ഷേത്രം ട്രസ്റ്റിന്റെ കയ്യിൽ നിന്നും ഒക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം അത് ഭക്തർക്ക് ലഭിക്കണം. അതുവരെ പ്രക്ഷോഭ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. ശരി അനഘ.